ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ലോങ് ജേർണി കഴിഞ്ഞ് നമ്മൾ 1:30 PM ഇന്തോനേഷ്യൻ ടൈം ഡെൻപസർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാലിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്മൂത്ത് ആയിരുന്നു ജേർണി, ഫ്ലൈറ്റ് എല്ലാം കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല ഗ്രീനറിയാണ് ലാൻഡിങ് ടൈമിൽ കാണാനുണ്ടായിരുന്നത്. നല്ല പ്ലെസൻറ്റ് വെതറുമായിരുന്നു. ഞങ്ങൾ 8 ഡേയ്സ് ട്രിപ്പാണ് ബാലിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്രാവൽ പാർട്ട്നേഴ്സ് ഒന്നും ഇല്ല, ഞങ്ങൾ സെൽഫായിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഞങ്ങളുടെ ഹോട്ടൽ 4 ഡേയ്സ് നമ്മൾ ഉബൂദിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഉബൂദ് ഒരു വില്ലേജ് സ്റ്റൈൽ ഏരിയ ആണ് ബാലിയിലെ. അപ്പോൾ ഉബൂദിൽ ബാലിനി സ്റ്റൈൽ ഹോം സ്റ്റേ ആണ് ഞങ്ങൾ സ്റ്റേക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന് ഇവരുടെ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഹോട്ടൽസ് എല്ലാം booking.com വഴി ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ ക്യാബും ഡ്രൈവറും ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൾ നമുക്ക് വേണ്ടി ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു എയർപോർട്ടിന് പുറത്ത്. 6 സീറ്റർ കാറാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 hours എ ഡേ നമ്മൾ $45 ഓർ 700K IDR ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സീനറി കണ്ടപ്പോഴാണ് ബാലിയിലെത്തി എന്നൊരു ഫീൽ ഞങ്ങൾക്ക് വന്നത്. കാരണം ഈ ഗേറ്റ്സ് ആണ് ബാലിയെ ഏറ്റവും മോസ്റ്റ് സ്പെഷ്യൽ ആക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റേയിലേക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 hour ജേർണി ഉണ്ട്. ഇപ്പോൾ തന്നെ വൈകുന്നേരം ഒരു 5 o'clock ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈവർ സജസ്റ്റ് ചെയ്ത ഒരു ചെറിയ വാറൂം ബാലിനി സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് സ്ഥലം എന്ന് വേണം പറയാനായിട്ട്. എല്ലാ സാധനങ്ങളും ഹാൻഡ് മെയ്ഡാണ്. ഹാൻഡ് ക്രാഫ്റ്റ്സിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ എന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഈവനിങ് ടൈം ആയിരുന്നു, അതുകൊണ്ട് അത്ര തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇവരുടെ ഒരു ഡിഫറെൻറ്റ് സീറ്റിംഗ് ഏരിയയിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. ഒരു പോണ്ട് സെറ്റപ്പിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അവിടെയായിരുന്നു കുറച്ച് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എത്തി നമ്മൾക്ക് ഇവരൊരു കോംപ്ലിമെൻ്ററി വെൽക്കം ഡ്രിങ്കും കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് കസാവ ചിപ്സും തന്നിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് പൊട്ടാറ്റോയുടെയും ടപ്പിയോക്കയുടെയും ചിപ്സാണ് ഇവിടുത്തെ ഒരു ഫേമസ് സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം മിക്ക സ്ഥലങ്ങളിലും കോംപ്ലിമെൻ്ററി ആണ്. ഈവൻ നമ്മൾ ചിലവിടെയെല്ലാം അത് പൈസ കൊടുത്തും വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന കപ്പ ചിപ്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്കതിന് തോന്നിയത്. ചുറ്റും പാടമാണ്. പിന്നെ ഈ പോണ്ടിനകത്ത് നിറയെ കോയ് ഫിഷസ് ആയിരുന്നു. വലിയ വലിയ കോയ് ഫിഷസ്. അവർക്ക് നമുക്ക് ഫുഡ് ഫീഡ് ചെയ്യാനും എല്ലാ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ടേബിളിൻ്റെ മുമ്പിൽ കാണുന്ന ഈ ചെറിയൊരു ബേസിൽ ഫാമിങ്ങിനെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധനം വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ സാറ്റെ വിത്ത് സ്റ്റിക്കി റൈസും പിന്നെ ഒരു പെസ്തോ പാസ്തയും ഫ്രഞ്ച് ഫ്രൈസുമാണ്. ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് മൂവ് ചെയ്തു. ബാക്കി വിശേഷങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.